പരീക്ഷാ ക്രമക്കേടിൽ PSCക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിനിടെ ഇടപെടാൻ ഒരുങ്ങുന്നു സർക്കാർ. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പുറത്തുവരുന്ന രേഖകളിൽ ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഉൾപ്പെടെ യുവജന സംഘടനകൾ PSC ആസ്ഥാനത്ത് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ ചേരുകയാണ്. എബി ഉണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. എബി, PSC പരീക്ഷാ ക്രമക്കേടിലെ പ്രതിഷേധം അത് ശക്തമാവുകയാണ്. അതിനിടയിൽ ഇപ്പോൾ നാളെ ക്യാബിനറ്റ് ഉണ്ട്. ക്യാബിനറ്റിലൊരു ഉന്നതതല അന്വേഷണം, അതിനുള്ളൊരു പ്രഖ്യാപനം, അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ എബി? മായ, PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് സർക്കാരിന്റെ നിരീക്ഷണത്തിൽ കൂടിയാണ് എന്നുള്ളതാണ്. സർക്കാർ ഇന്ന് ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ഇന്നലെ അദ്ദേഹം അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ക്യാബിനറ്റിന് മുമ്പായി തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ്. അങ്ങനെ ആ റിപ്പോർട്ട് ക്യാബിനറ്റിന് മുമ്പ് തന്നെ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ക്യാബിനറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ സർക്കാർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഉന്നതതല അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ PSC ആസ്ഥാനത്ത് നമ്മൾ കണ്ടിരുന്നു. ചെയർമാനെതിരെ പോലും വലിയ രീതിയിൽ ഇന്നലത്തെ യോഗത്തിൽ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധ സ്വരങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. PSCയെ വഞ്ചിക്കുന്ന നിലപാടാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതായിരുന്നു. PSCയുടെ വിശ്വാസ്യത തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ വിജിലൻസ് SP കൊണ്ട് തന്നെ, ആഭ്യന്തര വിജിലൻസ് SP കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സൂചന നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ, അത് ഏത് വിധേനയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടത്, ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നാളത്തെ ക്യാബിനറ്റ് അത് വിശദമായി തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ക്രമക്കേടുകളെല്ലാം ഏത് വിധേനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ സൂചന നൽകുന്ന ഒന്നാണ്. കാരണം വർഷങ്ങളായി, കാലങ്ങളായി ഇത്തരത്തിൽ ഈ PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ PSC തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രേഖ കൃത്യമായി നൽകണം, 7 ദിവസം കൊണ്ട് നൽകണമെന്നതാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷനും അത്തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടി വരുമ്പോൾ ഏതെല്ലാം വിധത്തിൽ നമ്മൾ ഇതുവരെയും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ അത്തരത്തിൽ വലിയ രീതിയിൽ തിരിമറികൾ നടത്തുന്നു. പരീക്ഷ എഴുതി വരുന്ന ആളുകൾ അതിനുശേഷം റിട്ടൺ ടെസ്റ്റിൽ മികച്ച മാർക്ക് നേടുന്ന ആളുകളെ ഇന്റർവ്യൂവിലേക്ക് എത്തുമ്പോൾ അവിടെ മാർക്ക് കുറച്ച് അവർക്ക് ആ ജോലി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷകളുടെ മാർക്ക് കൃത്യമായി ഈ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണം എന്നുള്ള നിർദ്ദേശം, അവരാവശ്യപ്പെട്ടാൽ സ്വാഭാവികമായി നൽകണമെന്ന നിർദ്ദേശം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കൂടി വരുമ്പോൾ എത്രമാത്രം വലിയ ഒരു തട്ടിപ്പാണ്, ക്രമക്കേടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത കൂടി വരികയും ചെയ്യും. എന്തായാലും സർക്കാർ ഈ വിഷയം ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. നാളെ ചേർന്ന ക്യാബിനറ്റിൽ നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടാവുമായ. ശരി, എബിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നാളത്തെ ക്യാബിനറ്റ് നിർണായകം തന്നെയാണ്. ഒരുപക്ഷെ ഈ പരീക്ഷാ ക്രമക്കേടിൽ PSCക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ ഒരു ഉന്നതതല അന്വേഷണം ക്യാബിനറ്റ് പ്രഖ്യാപിച്ചേക്കാം.